ഓക്കെ, സോ OnePlus രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഈ OnePlus 15 വീഡിയോയിൽ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, OnePlus പെർഫോമൻസ് ആൻഡ് ഗെയിമിംഗ് അതിനെ മെയിൻ ആക്കിയിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാനാണ് നോക്കുന്നത്. ഈ OnePlus 15R അതേ ദിശയിലേക്കാണ് പോകുന്നത്. എനിവേ, ആദ്യം അൺബോക്സിങ് കാണാം. അതിനു മുമ്പ് ഈയിടെ ഒരുപാട് പേര് വന്ന് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് ഒരുപാട് അൺബോക്സിങ്സും റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ടിപ്പിക്കൽ OnePlus റെഡ് ബോക്സ് ആണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്. മാച്ചിങ് കളറിൽ വരുന്ന ക്വാളിറ്റിയുള്ള സിലിക്കോൺ കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജിങ് ആൻഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ. സോ ഈ OnePlus 15 കണ്ടതുപോലെ ഈ OnePlus 15R ബാക്കിലുള്ള ഡിസൈനിലും മാറ്റം വന്നിട്ടുണ്ട്. സോ ആ റൗണ്ട് ക്യാമറ മോഡലൊക്കെ എടുത്ത് മാറ്റിയിട്ട് OnePlus 15 ഉള്ളതുപോലുള്ള ഒരു ക്യാമറ മോഡലാണ് ഇവിടെയും തന്നിരിക്കുന്നത്. അത്രയും വലിപ്പമില്ല, കുറച്ചുകൂടി തിന്നാണ്. കാരണം ഇത്തവണ ഈ R ഫോണിൽ 2 ക്യാമറാസ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് ക്യാമറ സെഗ്മെന്റിൽ സംസാരിക്കാം. ഇത്തവണ OnePlus IP റേറ്റിംഗ് ഹോൾസെയിൽ അങ്ങ് വാങ്ങിയിരിക്കുകയാണ്. IP66, 68, 69 ആൻഡ് 69K. ഫോണിൻ്റെ തിക്നെസ്സിൽ അങ്ങനെ മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷേ വെയിറ്റ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അതിനുള്ള കാരണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഭയാനകമായ വലിയ ബാറ്ററി. പിന്നെ OnePlus 13R ഉണ്ടായിരുന്ന ആ ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റിയിട്ട് ഇപ്പം മിക്ക എല്ലാ OnePlus ഫോണിൽ വരുന്ന ആ ഒരു പ്ലസ് കീ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അറിയാലോ, മൾട്ടി പർപ്പസ് കീ ആണ്. നമുക്ക് സെറ്റിംഗ്സിൽ കയറിയിട്ട് പലതരത്തിലുള്ള ഫംഗ്ഷൻസ് ഈ ഒരു കീൻ്റെ മേളിൽ അസൈൻ ചെയ്യാൻ പറ്റും. 13R ഉണ്ടായിരുന്ന പോലെ ഇത്തവണയും ഗ്ലാസ് ബാക്ക് ആണ് തന്നിരിക്കുന്നത്. ചുറ്റുമുള്ള ഫ്രെയിം അലൂമിനിയം മെറ്റൽ ഫ്രെയിം ആണ്. 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്: ചാർക്കോൾ ബ്ലാക്ക്, മിന്റ് ബ്രീസ് ആൻഡ് ഇലക്ട്രിക് വയലറ്റ്. ഈ വയലറ്റ് കളർ ഓപ്ഷന്റെ ബാക്കിൽ ഫൈബർ ഗ്ലാസ് ആണ്. സോ എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ആ ബ്ലാക്ക് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രീൻ ചെക്ക്ഔട്ട് ചെയ്യുക. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ. ഫോണിന്റെ ഡിസ്പ്ലേയിൽ ചില ഇൻട്രസ്റ്റിംഗ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്പ്ലേ സൈസ് 6.78 ഇഞ്ചിൽ നിന്ന് കൂട്ടി 6.83 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഈവൻ റിഫ്രഷ് റേറ്റും OnePlus 15 ഉണ്ടായിരുന്ന പോലെ 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുമ്പോൾ 120 ഹെർട്സ് ആണ് കിട്ടുന്നത്. അതായത് സോഫ്റ്റ്വെയറും മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ 120 ഹെർട്സ് ആണ് മാക്സിമം വരുന്നത്. ചില ഗെയിംസിൽ, അത് ഞാൻ ഗെയിമിംഗ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു തരാം, ചില ഗെയിംസിൽ നമുക്ക് 165 ഹെർട്സിൽ 165 FPS കളിക്കാൻ പറ്റും. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള PWMing വേണ്ടിയുള്ള ഫീച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്ന ഡിസ്പ്ലേ ഒരു LTPO പാനൽ അല്ല, മറിച്ച് LTPS ആണ്. സോ LTPO ആണ് കുറച്ചും കൂടി പ്രീമിയം. കാരണം LTPO ഡിസ്പ്ലേക്ക് 1 ഹെർട്സ് ടു മാക്സിമം 120 ഹെർട്സ് വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബാറ്ററി എഫിഷ്യൻസി അല്ലെങ്കിൽ ബാറ്ററി കുറച്ചും കൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് LTPO ഡിസ്പ്ലേയിലാണ്. പക്ഷേ പാനലിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അതായത് വന്നിരിക്കുന്ന കളർ കാലിബ്രേഷൻ, ഈവൻ ബ്രൈറ്റ്നസ് ആണെങ്കിലും നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ ഇൻഡോർ ഒക്കെ നല്ല ക്ലിയർലി എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ LTPO LTPS ഡിസ്പ്ലേ അതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. ചുറ്റുമുള്ള ബെസൽസ് നല്ല സ്ലിം ആണ്, യൂണിഫോം ആണ്. പിന്നെ HDR10+ ആൻഡ് ഡോൾബി വിഷൻ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഒരു മേജർ അപ്ഗ്രേഡ് വന്നിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് സ്കാനറിലാണ്. കഴിഞ്ഞ വർഷം വരെ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിരുന്നു. ഇത്തവണ പ്രോപ്പർ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വന്നിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഒബ്വിയസ്ലി സ്പീക്കർ പെർഫോമൻസ് ഓക്കെ ആണ്. തീർച്ചയായിട്ടും പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം ഫോൺസിന്റെ അത്രയും സൗണ്ടും ക്ലാരിറ്റി ഇല്ലെങ്കിലും ഓക്കെ സ്പീക്കർ പെർഫോമൻസ് ആണ്. അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. കഴിഞ്ഞ വർഷം വന്ന OnePlus 13R കഴിഞ്ഞ വർഷമല്ല, ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഇത്തവണ ഈ ഡിസംബർ നവംബറിലൊക്കെ ഇറക്കിയത് കൊണ്ട് മൊത്തം കൺഫ്യൂഷനാണ്. എനിവേ, കഴിഞ്ഞ OnePlus 13R ഉണ്ടായിരുന്ന 8 Gen 3 ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ 8 Gen 5 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ശരിക്കുള്ള കണക്കുകളും സമ്പ്രദായവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ 8 Elite ആണ് വരേണ്ടത്. 8 Gen 5 ആണ് ഇട്ട് തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ചിപ്സെറ്റ്. ഓക്കെ, ഒരു ഡൗട്ടും വേണ്ട. ഈ 8 Gen 5 നമ്മുടെ 8 Eliteലുള്ള പോലെ അല്ലെങ്കിൽ 8 Elite Gen 5 ഉള്ളതുപോലുള്ള Orion കോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഈവൻ GPUയും Adreno 750 നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് Adreno 840 ആക്കിയിട്ടുണ്ട്. റാം സ്റ്റോറേജും LPDDR5X ആൻഡ് UFS 4.0 അപ്ഗ്രേഡ് ചെയ്ത് LPDDR5X Ultra ആൻഡ് UFS 4.1 ആക്കിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 3 മില്യന്റെ മേളിലുള്ള AnTuTu സ്കോർ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, OnePlus 13R ഇത് ഏകദേശം 2 മില്യൺ ആയിരുന്നു. സോ കണ്ടില്ലേ, തീർച്ചയായിട്ടും നല്ല ജമ്പ് വന്നിട്ടുണ്ട് ഓവറോൾ പെർഫോമൻസിൽ. ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ CPU സ്റ്റെബിലിറ്റി ഏകദേശം 78% 80% വരെ കിട്ടുന്നുണ്ട്. സോ അവിടെയും നല്ല പെർഫോമൻസ് ആണ്. നമ്മുടെ OnePlus 15 കൊടുത്ത ഒരു എക്സ്ട്രാ ചിപ്പ് ഉണ്ടല്ലോ ഗെയിമിങ്ങിന് വേണ്ടി, അതായത് ഫസ്റ്റ് ആ ഒരു ടച്ച് റെസ്പോൺസ് ചിപ്പ്, നമ്മൾ കളിക്കുമ്പോൾ കിട്ടുന്ന ടച്ച് റെസ്പോൺസ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടി, പിങ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല വൈഫൈ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി G2 വൈഫൈ ചിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ UAV ഗ്രേഡ് ജൈറോ, അതായത് ജൈറോ പെർഫോമൻസ് മികച്ചതാക്കാൻ വേണ്ടി UAV ഗ്രേഡ് ജൈറോ ഒക്കെ 15 ഉണ്ടായിരുന്നു. ഈ 3 എക്സ്ട്രാ ഫീച്ചേഴ്സ്
OnePlus E15R ഇട്ട് തന്നിട്ടുണ്ട്. BGMIയിൽ മാക്സിമം അൾട്രാ എക്സ്ട്രീം, അതായത് 120 FPS വരെ അൺലോക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 8 Gen 5 ഇസ് എ പ്രിറ്റി പവർഫുൾ ചിപ്സെറ്റ്. സോ 120 FPS BGMൽ വളരെ ഈസിലി നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ OnePlus 15 ഉണ്ടായിരുന്ന പോലെ കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമേഴ്സിന് വേണ്ടി ഇവിടെയും ലോട്ടറിയാണ്. അതായത് സോഫ്റ്റ്വെയർ ബൂസ്റ്റിംഗ്, അതായത് ഈ എക്സ്ട്രാ ഫ്രെയിംസ് ഒന്നും കയറ്റാതെ തന്നെ നേറ്റീവ്ലി, അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഈ OnePlus 15Rൽ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ 165 FPS, അതാ കണ്ടില്ലേ സെറ്റിംഗ്സിൽ തന്നെ 165 FPS കാണിക്കുന്നുണ്ട്. സോ നമുക്ക് 165 FPS കളിക്കാൻ പറ്റും. നല്ല സ്മൂത്ത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഗെയിം പ്ലേ ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, നോ ഡൗട്ട്. ഈവൻ ഗെൻഷിൻ ഇമ്പാക്ട് പോലുള്ള ഹെവി ഗെയിംസിലും 60 FPS നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹീറ്റ് ഒക്കെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂളിങ്ങിന് വേണ്ടി 360 ഡിഗ്രി ക്രയോ വെലോസിറ്റി കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ OnePlus 15 നമ്മൾ കണ്ട ഒരു ഗെയിമിംഗ് ബാർ ഉണ്ടല്ലോ, ഗെയിം ബാർ, അതിലുള്ള എല്ലാ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഈ OnePlus 15Rലും വരുന്നുണ്ട്. ഏറ്റവും വലിയ ബാറ്ററിയുമായി വരുന്ന OnePlus ഫോൺ ഈ OnePlus 15R ആണ്. സോ OnePlus 15ൽ 7300 mAh ബാറ്ററി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതും മറികടന്ന് ഇതിൻ്റെ അകത്ത് 7400 mAh ബാറ്ററിയാണ് OnePlus ഇട്ട് തന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഫ്രാങ്ക്ലി നമ്മുടെ റോ റിവ്യൂവിന് വേണ്ടി, റോ റിവ്യൂ തിരിച്ചു വരാൻ പോകുന്നു. സോ റോ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഈ OnePlus 15 ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിം ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസെയിൻ ബാറ്ററി ബാക്കപ്പ് ആണ്. അതായത് 1.25-2 ദിവസമൊക്കെ ഈസിലി പോകുന്നുണ്ട്, ഒരു സംശയം വേണ്ട. എന്നാണാവോ ആപ്പിളും സാംസങ് ഇതൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത് എനിക്കറിയില്ല. എനിവേ, സോ ഇതിലും അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ അങ്ങനെ ഭയങ്കരമായി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ സ്റ്റിൽ എൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനിൽ വളരെ നല്ല ബാറ്ററി ബാക്കപ്പാണ് കിട്ടുന്നത്. OnePlusൻ്റെ ഓപ്റ്റിമൈസേഷൻ നല്ലതാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ ഇത്തവണയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ടും ചാർജറൊക്കെയാണ് തന്നിരിക്കുന്നത്. വയർലെസ് ചാർജിങ് അല്ലെങ്കിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് അതൊന്നും ഇവിടെ വരുന്നില്ല. അതൊക്കെ വേണമെങ്കിൽ ഈ OnePlus 15 എടുക്കേണ്ടി വരും. ലേറ്റസ്റ്റ് Oxygen OS 16 ബേസ്ഡ് ഓൺ Android 16 ആണ് വന്നിരിക്കുന്നത്. 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ പ്രോമിസ് ആണ് തന്നിരിക്കുന്നത്. വളരെ നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആനിമേഷൻസ് ആണ് കിട്ടുന്നത്. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗൂഗിൾ ജെമിനി പ്ലസ് OnePlusൻ്റെ മൈൻഡ് സ്പേസ് ഉണ്ടല്ലോ, അതുമായിട്ടുള്ള കൊളാബറേഷൻ കൂടെ വരുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് മൈൻഡ് സ്പേസിലുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. AI റെക്കോർഡർ ഉണ്ട്, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് തരുന്ന AI ടെക്സ്റ്റ് എഡിറ്ററും AI കോൾ അസിസ്റ്റന്റ് ഇതൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഇനീഷ്യൽ എക്സ്പീരിയൻസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇറ്റ്സ് വെരി സ്മൂത്ത്. എന്നാൽ കംപ്ലീറ്റ്ലി ക്ലീൻ അല്ല. ഹോട്ട് ഗെയിംസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പിന്നെ നെറ്റ്ഫ്ലിക്സും ലിങ്ക്ഡിനും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ബാക്കി കണക്ടിവിറ്റി 5G നെറ്റ്വർക്ക് സ്പീഡ് അതൊക്കെ നൈസ് ആയിരുന്നു. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വന്നിരിക്കുന്നത്. ഈ സിമ്മിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ താഴെ കാണുന്ന USB പോർട്ട് USB 2.0 ആണ്. വേണമെങ്കിൽ USB 3 കൊടുക്കാമായിരുന്നു, കാരണം ഗെയിമിംഗ് ഫോൺ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ USB 2.0 ആണ് വന്നിരിക്കുന്നത്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് നല്ലതാണ്. തീർച്ചയായിട്ടും OnePlusൽ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ് ഹാർഡ് ഹാപ്റ്റിക്സ്, അത്രയും ആ പ്രീമിയംലെസ് ഇല്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. കഴിഞ്ഞ തവണ വന്ന OnePlus 13R ഉണ്ടായിരുന്ന 50 മെഗാപിക്സൽ പ്ലസ് 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സലിന് പകരം ഇത്തവണ 50 പ്ലസ് 8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. സോ ഇത്തവണ ആ 2x ടെലിഫോട്ടോ ക്യാമറ OnePlus എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് ആക്ച്വലി OnePlusൻ്റെ R സീരീസിൽ ഒരു ടെലിഫോട്ടോ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞാണ് OnePlus 13Rൽ അവസാനം OnePlus ആ ഒരു ടെലിഫോട്ടോ 2x, ഓക്കെ 3x വേണം, പക്ഷേ 2x തന്നത്. എന്നാൽ ഒരു വർഷം പോലും കഴിഞ്ഞില്ല, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വീണ്ടും 50 പ്ലസ് 8 മെഗാപിക്സലാണ് തന്നിരിക്കുന്ന ക്യാമറാസ് നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ വെച്ച് അത്യാവശ്യം നല്ല ഗുഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. IMX906 സെൻസറുള്ള സോണിയുടെ 50 മെഗാപിക്സൽ ക്യാമറയാണ്. ഈ മെയിൻ ക്യാമറ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ 2x പോർട്രേറ്റ് എടുക്കാൻ പറ്റും. അത് ആക്ച്വൽ ടെലിഫോട്ടോ പോർട്രേറ്റ് അല്ല, പക്ഷേ സ്റ്റിൽ ഔട്ട്പുട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഒരു ടെലിഫോട്ടോ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ഉള്ള പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടിയതിന് ഇതും ഓക്കെയാണ്. OnePlus 15ൽ കണ്ട ഒരു ഡീറ്റെയിൽ മാക്സ് എഞ്ചിൻ ഉണ്ടല്ലോ, OnePlusൻ്റെ പുതിയ ഡീറ്റെയിൽ മാക്സ് എഞ്ചിൻ, ഈ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ വേണ്ടി ആ സെയിം ഡീറ്റെയിൽ മാക്സ് എഞ്ചിൻ ഈ OnePlus 15Rലും കൊടുത്തിട്ടുണ്ട്. അൾട്രാവൈഡ് ക്യാമറ ഡീസൻറ്റ് ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. കണ്ടില്ലേ, കളേഴ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ 8 മെഗാപിക്സൽ മാത്രം ആയതുകൊണ്ട് ഡീറ്റെയിൽസ് കുറയുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 4K 60 FPS ആയിരുന്നു. ഇത്തവണ മാക്സിമം നമുക്ക് 4K 120 FPS വരെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ലോ മോഷൻ നമുക്ക് 4K 120 FPS ഇത്തരത്തിലുള്ള നല്ല സൂപ്പർ സ്മൂത്ത് സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈവൻ 4K 60 FPS വീഡിയോസ് ആണെങ്കിലും ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണ്. ഞാൻ വീഡിയോ സാമ്പിൾ സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, സെൽഫി ക്യാമറ
നോക്കുകയാണെങ്കിൽ അവിടെ അപ്ഗ്രേഡ് ഉണ്ട്. 16 മെഗാ പിക്സലിന് പകരം ഇത്തവണ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 1080p 30 FPS വീഡിയോസ് മാത്രമേ സെൽഫി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അത് അപ്ഗ്രേഡ് ചെയ്ത് 4K 30 FPS ആക്കിയിട്ടുണ്ട്. സെൽഫി പെർഫോമൻസ് ഓവറോൾ ഓക്കെ ആണ്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഫേവർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ സെൽഫി ഫോട്ടോസ് നല്ലതാണ്. സ്കിൻ ടോണും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓട്ടോ ഫോക്കസും ഇത്തവണ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ലൈറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻഡോർ വീട്ടിനുള്ളിൽ സെൽഫി ഫോട്ടോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് അത്യാവശ്യം കുറയുന്നുണ്ട്. മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. AI റീകമ്പോസ്, AI ഇറേസർ, പോർട്രേറ്റ് ഗ്ലോ, പെർഫെക്റ്റ് ഷോട്ട്, ഡീറ്റെയിൽ ബൂസ്റ്റ്, അൺബ്ലർ, റിഫ്ലക്ഷൻ ഇറേസർ, ഇതൊക്കെ 15R വരുന്നുണ്ട്. സോ ഈ ഫോണിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും OnePlus 15R വന്നിരിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഗെയിമിംഗ് പെർഫോമൻസിലേക്കാണ്, അതായത് ആ ഒരു ദിശയിലേക്കാണ് പോകുന്നത്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എക്സാക്ട് പ്രൈസ് അറിയില്ല, പക്ഷേ ആസ് പെർ ലീക്സ് ആൻഡ് റൂമേഴ്സ് 50,000 റുപ്പീസിൻ്റെ താഴെ വരും. സോ OnePlus 13R എനിക്ക് തോന്നുന്നു 40,000 റുപ്പീസിന് താഴെയായിരുന്നു. ഇത് 50,000 റുപ്പീസിന് താഴെ വരും. പിന്നെ അതിൻ്റെ മേളിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എക്സ്ചേഞ്ച് ഓഫേഴ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. സോ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അറിയാലോ, എല്ലാ പ്രൈസുകളും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു പോയ വർഷവുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. ഓക്കെ, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന, അടുത്ത വർഷം വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ്, ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പ്, പ്രീമിയം, ബഡ്ജറ്റ്, സർവത്ര ഫോണുകളുടെ പ്രൈസ് കൂടാൻ പോവാണ്. അത് കമ്പനികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ട്വിറ്ററിൽ, ഊപ്പർ ജായക പ്രൈസ്. സോ അതിനുവേണ്ടി റെഡി ആയിക്കോ. ഓക്കെ, എനിവേ സോ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 50,000 റുപ്പീസിൻ്റെ താഴെ നിങ്ങളൊരു ഭയങ്കര പെർഫോമൻസ് ഗെയിമിംഗ് ഫോൺ ഗെയിമിംഗ് ഓറിയൻറ്റഡ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെക്കൗട്ട് ചെയ്യാം. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.